അതിരറ്റ കരുണ. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന മനുഷ്യർ, അതല്ലാതെ മനഃപൂർവ്വമായിട്ട് തിന്മ ചൂസ് ചെയ്തവരെ കുറിച്ചല്ലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ തെറ്റിപ്പോയി, പഠിച്ചു വെച്ച കാര്യങ്ങൾ തെറ്റിപ്പോയി, ജീവിതം പഠിപ്പിച്ച കാര്യങ്ങൾ തെറ്റിപ്പോയി, അങ്ങനെ എന്തൊക്കെയോ ഒരു ജീവിതത്തിനെ മനസ്സിലാക്കിയ രീതി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ, ജീവിതത്തിലുണ്ടായ മോശം കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരാൾ കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളായി മാറുന്നു. അങ്ങനെ ഒരാളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെ ഒരാളാണെങ്കിലും ആസ് പെർ സൈക്കോളജി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റേ അവേ എന്ന് നമുക്കതിന് പറയാൻ സാധിക്കത്തുള്ളൂ. അതായത് അയാൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യും, അയാളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെയുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അതല്ലാതെ ഒരു അഹങ്കാരം കൊണ്ടല്ല, ഒരു മുറിവുകൾ കൊണ്ട്, ഒരു ഉള്ളിലെ സംഘർഷങ്ങൾ കൊണ്ട്, ഒറ്റയ്ക്കാവുന്ന ഭയം കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പം എന്താ ദൈവം അവിടെ ചെയ്യുന്നത്? ദൈവം അവിടെ ചെയ്യുന്നത് വിക്ടിമിനെ ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരിക്കും. അയാളുടെ കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം യോനാ പ്രവാചകനെ ഒരു സ്ഥലത്തോട്ട് പറഞ്ഞു വിട്ടു. അവിടെ പറഞ്ഞു വിട്ടപ്പോൾ യോനാ പ്രവാചകനോട് പറഞ്ഞു, ഈ ജനത്തിനെ ഞാൻ നശിപ്പിക്കാൻ പോവാണ്, നീ അതവിടെ പോയി പറയണമെന്ന്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പോയി പറഞ്ഞു, അത് ഞാൻ പറയാതിരിക്കാൻ വേണ്ടി ഒളിച്ചോടി, അത് കഴിഞ്ഞ് തിമിംഗലം വിഴുങ്ങി, പിന്നെ തിമിംഗലം ഛർദ്ദിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ട് അവസാനം ഓക്കെ എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പ്രവാചകൻ പോയി ദൈവം പറഞ്ഞത് അവിടെ പറയാണ്. അപ്പം എന്താ പ്രതീക്ഷിക്കുന്നത്? ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ദൈവം പറഞ്ഞതുപോലെ, ദൈവം മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ ദൈവം അവിടെ റിയാക്ട് ചെയ്യാൻ പോവാണ്. ദൈവം അവരെ നശിപ്പിക്കാൻ പോവാണ്. ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷെ എന്താ അവിടെ സംഭവിച്ചത്? ആ ജനം അത് കേട്ട് യെസ് എന്ന് അതിനെ അംഗീകരിക്കുകയും അതനുസരിച്ച് മനസ്തപിക്കുകയും ചെയ്തപ്പോൾ അവിടെ ദൈവം ഒന്നും പ്രവർത്തിച്ചില്ല. ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല. ദൈവം അവരുടെ ഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ പ്രവാചകൻ ഇപ്പോൾ ഒരു ഫൂളായ പോലെയായി അല്ലേ? പ്രവാചകൻ ഇത്രയും സഫർ ചെയ്തിട്ട് മര്യാദയ്ക്ക് പറഞ്ഞത് പോയി പറയൂല എന്നിട്ട് പോലും ദൈവമാണ് കേട്ടോ. എന്നാലും ഞാൻ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. ഇത് തന്നെയാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ സംഭവിച്ചത്. ധൂർത്തപുത്രൻ അങ്ങനെയൊക്കെ ഒരാളാണെന്ന് ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്, ചെയ്യാൻ പാടില്ലാത്താണ് ചെയ്തത്. അറിവില്ലായ്മയായിരുന്നു വേണമെങ്കിൽ പറയാം. ചെറിയ അറിവില്ലായ്മ എന്ന് നമുക്ക് പറയൂല, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ കരുണ ഉള്ള ഹൃദയമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊക്കെ ഒരു ജീവിതം ഉണ്ടാകുന്ന പുള്ളി വിചാരിച്ചില്ല. പക്ഷെ അഹങ്കരിച്ചിട്ട് തന്നെയാണ് ആള് ഇത് എന്നിട്ട് സ്വത്ത് മേടിക്കുന്നത്, അഹങ്കരിച്ചിട്ടാണ്. അപ്പൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാത്ത അഹങ്കാരം, തെറ്റ് തന്നെയാണ്, എല്ലാം തെറ്റ് തന്നെയാണ്. പക്ഷെ ജീവിച്ച് തുടങ്ങിയപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല ലോകം, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല ജീവിതം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഒരു അർഹതയുമില്ല. ഇപ്പൊ ജനം പെട്ടെന്ന് ഒരു ദിവസം പശ്ചാത്താപിച്ചത് കൊണ്ട് ഇതുവരെ ചെയ്ത അവരുടെ തെറ്റുകളും അതിനുവേണ്ടി ദൈവം കഷ്ടപ്പെട്ട് ഒരു തിമിംഗലത്തെ അയക്കുകയും പ്രവാചകൻ അയക്കുകയും ഒക്കെ ചെയ്ത്, പ്രവാചകനും തിമിംഗലത്തിന്റെ അത്രയും കാര്യങ്ങളൊക്കെ ദൈവം ഒരുക്കിയിട്ട് ഈ ജനത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടി കൈകൾ ഉയർത്തിപ്പിടിച്ച ദൈവം പെട്ടെന്നൊരു ദിവസം ജനം മനസ്തപിക്കുമ്പോൾ അവരോട് ക്ഷമിക്കുന്നു. അപ്പൊ അതുവരെ അവർ ചെയ്ത അവരുടെ തെറ്റുകൾ എവിടെ? അതുപോലെ തന്നെ ധൂർത്തപുത്രൻ കൊണ്ട് നശിപ്പിച്ച സ്വത്ത് എവിടെ? അവകാശങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞൊരു വീട്ടിലേക്ക് എന്തിന്റെ പേരിൽ അയാൾ കയറി വരുന്നു? അയാളെക്കാളും അർഹതയുള്ള ഒരാളവിടെ മറ്റൊരാളില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അപ്പൻ ആ മകനേക്കാൾ ഉപരി ഈ പോയ ഒരാളെ ചൂസ് ചെയ്യുന്നു? ഇതിനകത്ത് ഒന്നും ഒരു മനുഷ്യന്മാരുടെ ലോജിക്ക് ചേരൂല. ഇത് മനുഷ്യന്മാരുടെ ലോജിക്കല്ല. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവേ, അപ്പൊ എൻ്റെ ചോദ്യം, നമ്മൾ ഒരാളോട് കരുണ കാണിക്കുമ്പോൾ മറ്റൊരാൾക്കവിടെ നീതി നിഷേധിക്കപ്പെടുവാണോ സംഭവിക്കുന്നത്? അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും. ഇപ്പം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ദൈവം കരുണ കാണിക്കുമ്പോൾ, അയാളെ ശിക്ഷിക്കാതെ അയാളോട് കരുണ കാണിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട നീതി എവിടെ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ലേ? പക്ഷെ വീണ്ടും യോനാ പ്രവാചകൻ പുസ്തകത്തിൽ അതിരറ്റ കരുണ എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ യോനായ്ക്ക് വെയിൽ കാരണം ഒരു ചെടി മുളപ്പിക്കുന്നു, അതിൻ്റെ തണലിൽ ഇരിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവം ആ ചെടി ഇല്ലാതാക്കുന്നു. അപ്പോൾ യോന ചോദിക്കുന്നുണ്ട്, അതെന്ത് പരിപാടിയാണ്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു കുറച്ച് നേരത്തെ ഹെൽപ്പ് അതെന്തിനാണ് നീ എടുത്ത് മാറ്റുന്നത്? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കിയ ചെടിയെ നീ എന്തിനാണ് നശിപ്പിക്കുന്നത്? അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, ഒരു ചെടി നശിപ്പിച്ചപ്പോൾ നിനക്ക് ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ എൻ്റെ ജനം നശിക്കുന്ന കാണുമ്പോൾ എനിക്ക് എത്രയും വിഷമം ഉണ്ടാകും? ദൈവം ഒരു സെൽഫിഷ് അപ്പനാണ്. ദൈവത്തിന് ആരെയും വെട്ടിക്കളയാൻ സാധിക്കത്തില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഞാൻ പെട്ടെന്ന് എൻ്റെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറയാം. ഞാനൊരു വിക്റ്റിമാണ്, പക്ഷെ എന്നെ ഉപദ്രവിച്ച ആൾ മനസ്തപിച്ചു എന്നുള്ളത് കൊണ്ട് നിയമങ്ങൾ പോലും അയാളെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ദൈവം അയാളുടെ മനസ്താപത്തെ വിലക്കി എടുക്കും. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിക്കപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ദൈവം കോമ്പൻസേറ്റ് ചെയ്യും. ദൈവം അതിന് പകരം എന്നെ അനുഗ്രഹിക്കും. ഞാൻ വിചാരിക്കുന്നതിനേക്കാളും വലിയ അനുഗ്രഹം ദൈവം എനിക്ക് തരും. പക്ഷെ
എന്നെ ഉപദ്രവിച്ച വ്യക്തിയോടും ദൈവം ക്ഷമിക്കും. ദൈവം എന്നെ ഉപദ്രവിച്ച വ്യക്തിയുടെ മനസ്താപവും കാണും. അയാളുടെ ജീവിതത്തിലും ദൈവം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഒരുക്കും. കാരണം ദൈവത്തിന് അയാളുടെ മനസ്താപം കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ദൈവത്തിന് അയാളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. ദൈവത്തിന് അയാളെ വിട്ട് കളയാൻ പറ്റത്തില്ല. അതായത് അപ്പൻ്റെ മനസ്സാണ് ദൈവത്തിന്. ഒന്നാമത്തെ കാര്യം. ഇനി ഈ പറഞ്ഞ പോലെ ഈ അതിരറ്റ കരുണ, ഒരാള് അത് നമ്മുടെ ലോകം പെട്ടെന്ന് തള്ളിക്കളയും. ഒരു തെറ്റു പറ്റിയാൽ ഒരിക്കലും നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് പോലെ, ദൈവം നിങ്ങളെ വീണ്ടും വീണ്ടും വിട്ടുവീഴ്ച ചെയ്യുന്നത് പോലെ ലോകം ഒരിക്കലും ചെയ്യില്ല. ഞാൻ വർഷങ്ങളോളം എൻ്റെ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അവരതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതിനുശേഷം ഞാൻ മാറിയില്ലേ, അതിനുശേഷം ഞാൻ തിരുത്തിയില്ലേ, അതിനുശേഷം ഞാൻ എത്രയോ കാര്യങ്ങൾ നല്ലത് ചെയ്തു. എനിക്കറിയാം എൻ്റെ മിസ്റ്റേക്ക് എനിക്ക് പറ്റി. അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ ശരിയാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു. ഞാൻ പണം ചിലവാക്കുന്നു, എഫേർട്ട് ചിലവാക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും മനുഷ്യരൊരു സിറ്റുവേഷൻ വരുമ്പോൾ അന്ന് അങ്ങനെ ചെയ്തതല്ലേ. ഇതാണ് മനുഷ്യന്മാരുടെ രീതി. അവർക്കൊരിക്കലും മറ്റൊരാളെ പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതേസമയം അവർക്ക് കുറവുണ്ടായിരിക്കും, അതിനെക്കുറിച്ച് അവർ ബോധമിടുമല്ല. അവനവനെ കുറിച്ച് ചിന്തിക്കാനുള്ള മനുഷ്യന് താല്പര്യമില്ല. അവനവൻ്റെ കുറവുകളെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് താല്പര്യമില്ല. മക്തലനെ പാപം ചെയ്തു, മക്തലനെ കല്ലെറിയുക. പലരും അവിടെ പോയിട്ടുള്ളവർ തന്നെയാണ്. അത് അവരവിടെ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ അവരുടെ തെറ്റുകളെ കുറിച്ച് അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ആ തെറ്റിനെ അവർ കണ്ടിന്യൂസ്ലി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ഉയരത്തിലേക്ക് പോയാലും അവർ അതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ ദൈവം ഇതിന് ഓപ്പോസിറ്റാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പാ എനിക്ക് തെറ്റു പറ്റി എന്ന് ഞാൻ പറയുമ്പോഴേ, അത് മുഴുവനാക്കുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് സാരമില്ല മോളെ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന കരുണാനിധിയായ ഒരാളാണ് എൻ്റെ ദൈവം. എന്ന് വിചാരിച്ചൊരു നല്ല മകളെന്ന നിലയിൽ ഞാൻ പാപം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നത് കുറേ മനുഷ്യരൊക്കെ പാപം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല തെറ്റിൽ പോയി പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 4 പാപം ചെയ്താക്കാം എന്ന് വിചാരിച്ചിട്ടല്ല. പലരും പല കാരണങ്ങളും സാഹചര്യങ്ങളും കൊണ്ടാണ് ഒരു സിറ്റുവേഷൻ എത്തിപ്പെടുന്നത്. ആ സിറ്റുവേഷനെ നമ്മൾ അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി നമ്മൾ അന്വേഷിക്കുന്നില്ല. നമുക്ക് മനുഷ്യന്മാരുടെ കഥകൾ അറിയണ്ട. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ കുറ്റമതിച്ചാൽ മാത്രം മതി. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്കത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ കുറ്റപ്പെടുത്താൻ ആളുകൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഒരു കാര്യം കണ്ടു, അപ്പം നമ്മൾ അപ്പം തന്നെ കുറ്റപ്പെടുത്തി. ആ ഒരു സിറ്റുവേഷനിൽ അയാളെ കൊണ്ട് എത്തിച്ച ഘടകം എന്താ, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ എത്തിയത്, അയാൾക്ക് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണോ, അയാൾ ശരിയാന്ന് വിചാരിച്ച് ചെയ്ത കാര്യം പിന്നീട് ഇങ്ങനെ ഒരു ഔട്ട്കം വന്നതാണ്. ഇപ്പം ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാ മനുഷ്യന്മാരും അവിടുത്തെ ഒരു ഇതനുസരിച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു കാര്യം പ്രവർത്തി ചെയ്തതാ. അതിനകത്ത് ഇതുപോലത്തെ കുഴികളുണ്ടെന്ന് അയാളെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. സോ ഇതൊക്കെ ആയിരിക്കാം. സോ ഒന്ന് എനിക്ക് പറയാനുള്ള, നമ്മളുടെ ലോകം കാണുന്ന പോലെയല്ല ദൈവം കാണുന്നത്. ദൈവം കരുണയോടുകൂടിയാണ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉപദ്രവിക്കുന്ന ചില മനുഷ്യരോട് ദൈവം കണ്ടിന്യൂസ് കരുണ കാണിക്കുന്നത്. എന്നും വിചാരിച്ച് ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അയാളിൽ നിന്ന് ദൈവം അത് അവരുടെ കണക്ക് ദൈവത്തിന് മുമ്പിലുണ്ട്, നിങ്ങളുടെ ദുഃഖവും ദൈവത്തിന് മുമ്പിലുണ്ട്. ദൈവം നിങ്ങളുടെ ദുഃഖം കാണാതിരുന്നിട്ട് അവരെ സഹായിക്കുകയല്ല. നിങ്ങളുടെ ദുഃഖം കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു ദൈവത്തിൻ്റെ വക ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ദൈവത്തിൻ്റെ വക ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും. അതായത് ആ വ്യക്തി ചെയ്ത തെറ്റിന് നിങ്ങളോട് പകരമായി നിങ്ങളെ ദൈവം സ്നേഹിക്കുകയും ഉയർത്തുകയും ചെയ്യും. പക്ഷെ അതേസമയം ആ വ്യക്തി മനസ്തപിച്ചാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ, ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ അത് ദൈവം കാണും. ഇത് മറ്റൊരാളെ വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുക. നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്കുള്ള ഒരു തെറ്റ് പറ്റുകയാണ്, നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റ് പറ്റി, എങ്ങനെയായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കില്ലേ, ദൈവമേ ആളുകൾ അതൊക്കെ ഒന്ന് മറന്നിരുന്നെങ്കിൽ, എനിക്കത് തിരിച്ചറിഞ്ഞു, എനിക്ക് ഇന്ന സാഹചര്യം കൊണ്ടല്ല ആ തെറ്റ് പറ്റിയത്, ഞാനത് അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തതല്ലല്ലോ, അല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതല്ലേ, പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാനതങ്ങ് ചെയ്തു പോയതല്ലേ. അപ്പോൾ എന്നെ അങ്ങ് ആളുകളൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ആളുകൾ ഇതൊക്കെ ഒന്ന് മറന്നു കളഞ്ഞിരുന്നെങ്കിൽ, ഫാമിലി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എന്നെ ഒരു കുറ്റവാളിയെ പോലെ കാണാതിരുന്നിരുന്നെങ്കിൽ. അപ്പം നിങ്ങൾ ഒന്ന് വെച്ച് നോക്കിക്കുക. അവിടെ നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ കരുണ ആഗ്രഹിക്കുന്നുണ്ട്. ക്ഷമിച്ചിരുന്നെങ്കിൽ, പുറത്തിരുന്നെങ്കിൽ, മറന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതേ ആഗ്രഹം മറ്റുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, നമ്മളാണ് കരുണ കൊടുക്കേണ്ട സ്ഥലത്ത് നിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മളോട് കരുണ കൊടുക്കാനല്ലേ പറയത്തുള്ളൂ. ഈശോയെ പ്രിയമുള്ളവരെ, അതിരറ്റ കരുണയാണ് കർത്താവിനുള്ളത്. അത് ഞാൻ പാപം ചെയ്യുമ്പോൾ അങ്ങനെയാണ്, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പാപം ചെയ്യുന്നവരേ ഉള്ളൂ. ദൈവം അങ്ങനെ തന്നെയാണ് പെരുമാറുക. മനസ്തപിക്കാത്ത പാപിയെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിശാച് അയാളെ ഭരിക്കുന്നുണ്ട്. പക്ഷെ അത് പാപത്തെ അറിഞ്ഞുകൊണ്ട് ചൂസ് ചെയ്യണം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്,
നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് ശക്തമായൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത് അറിഞ്ഞുകൊണ്ട് പാപത്തെ ചൂസ് ചെയ്യാനാണ്. കാരണം നമുക്ക് പാപം എന്താണെന്ന് അറിയാം, നമ്മൾ ദൈവത്തിൻ്റെ വഴിക്ക് വന്നവരാണ്. പക്ഷെ കുറേ മനുഷ്യർ ദൈവത്തെ വിളിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷെ അവർക്ക് പാപം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഇല്ല, അവർക്കറിയില്ല. ഇപ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന സംഗതിയുടെ ആഴങ്ങൾ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നോട്ടവും ഒരു വാക്കും ഒരു മനസ്സിൽ വരുന്ന ചിന്തയും പോലും പാപമാണെന്ന് തിരിച്ചറിവുണ്ട്. പക്ഷെ ഞാനതിന് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ ഒന്നും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപത്തെക്കുറിച്ചുള്ള ആഴമുള്ള ജ്ഞാനമില്ല. അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ചിലപ്പോൾ ചിലപ്പം അവർ അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഹൃദയത്തിൽ പാപം ചെയ്യുന്നതിനെ കുറിച്ച് അത്രയൊന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും, പക്ഷെ അവർക്ക് വിശുദ്ധിയെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. ആഴമുള്ള വിശുദ്ധി എങ്ങനെയാണ്, ഏറ്റവും നന്നായ വിശുദ്ധിയിൽ ജീവിക്കാൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. മനുഷ്യരും പോകുന്ന പോലെ ഞാൻ ആഴ്ച പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ. അതല്ലാതെ ദിവസവും ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് പരിചയം ഉണ്ടാവില്ല. സോ അറിവില്ലായ്മകൾ, തെറ്റായി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് തെറ്റുപറ്റുന്നേ. അപ്പം നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണ് ഈ കരുണ കാണിക്കുന്നതിൽ നിന്നും ഒരു പുറകിലോട്ട് വരേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം ആവശ്യപ്പെടുമ്പോൾ കരുണ കാണിക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. ദൈവം ആവശ്യപ്പെടുന്നുണ്ട് എന്നോട് കരുണ കാണിക്കാൻ, അതുകൊണ്ട് ഞാൻ കരുണ കാണിക്കുന്നു. പക്ഷേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്കറിയണം. ഞാൻ കരുണ കാണിച്ചത് കൊണ്ട് അതെന്നെ നശിപ്പിക്കാൻ പാടില്ല. ഇപ്പം എന്നെ ഉപദ്രവിക്കുന്ന ഒരാളുണ്ട്, അയാളെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ദൈവത്തെ പ്രതി ഞാൻ ക്ഷമിക്കണം, എന്തായാലും കരുണ കാണിക്കാൻ ഞാൻ ശ്രമിക്കുവാണ്. ക്ഷമിക്കേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദൈവം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയാലും മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കണമല്ലോ. അപ്പോൾ അതായത് ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ നിങ്ങളോട് ക്ഷമിക്കണം പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ചെയ്യുവാണ്, ഞാൻ ക്ഷമിക്കാൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അതിനർത്ഥം എനിക്ക് തിരിച്ചറിവുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അത് എന്നെ ടോർച്ചർ ചെയ്യാനും എൻ്റെ ആത്മാവിൽ ഇരുട്ട് കൊണ്ടുവരാനും എന്നെ നശിപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കരുണ എന്നിൽ നിന്നും പുറപ്പെടാൻ ചിലപ്പോൾ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് കരുണ കാണിക്കുന്നത്. നിങ്ങൾ ആദ്യം സ്ട്രോങ് ആക്കിയിട്ടാണ് ദൈവം നിങ്ങളോട് കരുണ കാണിക്കാൻ പറയാം. നിങ്ങൾ അയാളുടെ അറിവ് തെറ്റുകളെ കുറിച്ചുള്ള അന്ധതയിലല്ല നിങ്ങൾ അവരോട് കരുണ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഇയാൾ ഇങ്ങനെയൊക്കെയാണ്, ഇയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. എന്നിട്ട് നിങ്ങൾ കരുണ കാണിക്കാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ അയാളിലേക്ക് പോവല്ല ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബൗണ്ടറി ഉണ്ട്. പക്ഷെ അയാൾ കരുണ കാണിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ കരുണ കാണിക്കുന്നുണ്ട്. ഇനി കരുണ കാണിച്ചത് കൊണ്ട് നാളെ മുതൽ എല്ലാം മറന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ചതിച്ച ഒരാളാണെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? അത് ഉണ്ടാവുന്ന ഒരു തെറ്റ് മാറിയാൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ കെയർഫുൾ ആയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമിച്ചു, മറന്നു. അതൊരു വിവേകമാണ്, അതല്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നതല്ല. അതൊരു വിവേകമാണ്. മനുഷ്യരല്ലേ, അത്രയും വിവേകം നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? ഇങ്ങനെ ഒരു സൈഡ് ഈ വ്യക്തിക്കുണ്ട്, ഇങ്ങനെ ഇയാൾ ഇങ്ങനെയൊക്കെയാണ്, ഇയാൾക്ക് ഇങ്ങനത്തെ സ്വഭാവ പ്രത്യേകതകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ക്ഷമിക്കുന്നു, കാരണം ദൈവം അത് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം എന്നോട് ക്ഷമിച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തെ പ്രതി അയാളോട് ക്ഷമിക്കുന്നു. പക്ഷെ ഐ നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. ഇതെങ്ങനെയാണ് ഇനി ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇനിയും അയാൾ എന്നെ ഒരിക്കൽ ചൂഷണം ചെയ്തതുപോലെ ഇനി അവളെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവും, ഓക്കെയാണ്. പക്ഷെ എല്ലാ മനുഷ്യനും പെട്ടെന്ന് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരാൾ നാളെ തന്നെ വേറൊരാളാവാൻ മാറുന്നില്ലല്ലോ. അവരും ശ്രമിക്കുവാണല്ലോ. അപ്പോൾ അവർക്ക് ഇനിയും തെറ്റുപറ്റാം, ഇനിയും അവർ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം, ഇനിയും നിങ്ങൾ അവരെ വിഷമിപ്പിക്കുന്ന കാര്യത്തിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ട്, നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം, ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഐ നോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുന്നു. അതൊരു വിവേകമാണ്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിരറ്റ കരുണ എന്ന ബൈബിൾ ഭാഗം വായിച്ച് യോന പ്രവാചകന്റെ പുസ്തകത്തിലാണെന്ന് വായിച്ച് നിങ്ങൾ ധ്യാനിക്കണം. ഒരു ചെടി കരിഞ്ഞു പോയപ്പോൾ നിനക്ക് സങ്കടം ഉണ്ടായില്ലേ? എങ്കിൽ എൻ്റെ ജനം, എൻ്റെ മകൾ നശിക്കുമ്പോൾ എനിക്ക് കരുണ തോന്നില്ലേ എന്ന് ദൈവം ചോദിച്ചാൽ കരുണ തോന്നും. അപ്പനല്ലേ കരുണ തോന്നും. മക്കൾ എത്ര മോശപ്പെട്ടവരാണ്, ജയിൽവാസിയും പുള്ളിയാളാണെങ്കിൽ പോലും, ജയിലിൽ പോയവരാണെങ്കിൽ പോലും നമ്മൾ കരുണ കാണിക്കില്ലേ? ജയിലിൽ പോയവരോടും വ്യഭിചാരം ചെയ്യുന്നവരോടും കുറ്റവാളികളോടും ഒക്കെ കർത്താവിൻ്റെ കരുണ ഒഴുകുന്ന ഇടങ്ങൾ തന്നെ. ദൈവം ആരെയും വിട്ട് കളഞ്ഞിട്ടില്ലല്ലോ. അപ്പം ദൈവത്തെ പോലെ നമുക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കാം, പക്ഷെ ദൈവം ആവശ്യപ്പെടുന്നത് കൊണ്ട് കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റാനുള്ള കൃപ ദൈവം തരും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.